ചോദിക്കാറുണ്ട്. ഇതെന്റെ അനിയനാണ്, ഇതെന്റെ ചേട്ടൻ. നമ്മൾ പറഞ്ഞുതരാം. അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും. ആദ്യം വീഡിയോ എടുത്തോണ്ട് എല്ലാരും കഴിച്ചേട്ടാ. എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക. ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും. എല്ലാവർക്കും നമസ്കാരം. പ്രവീൺ, പ്രണവ്, ഇഷു എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പറയുന്നത്, പ്രവീൺ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു. അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവീൺ വീഡിയോയിൽ ക്ലിപ്പായിട്ട് വയ്ക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നിയത്. ആ പെണ്ണും അവിടെ കിടന്ന് അനുഭവിച്ചതിന് കൈയും കണക്കില്ല. പക്ഷേ തലേദിവസം കൊച്ചു വന്നിരുന്നിട്ട് വീഡിയോയിൽ എല്ലാം വെളുപ്പിച്ച് വാരി അങ്ങ് ബെതറുകയായിരുന്നു. അവൻ എൻ്റെ ചേട്ടനായെന്ന് പറയുമ്പോൾ അച്ഛൻ ഇപ്പുറത്തുനിന്ന് തോളി തട്ടുന്ന ഉൾപ്പെടെ ഭയങ്കര ഒരു നാടകീയമായ സാധനമായിരുന്നു തലേ ദിവസം ഇട്ട വീഡിയോ. അടുത്ത് പ്രവീൺ വന്നിട്ട് വീഡിയോയിലായിട്ട് എക്സ്പോസ് ആക്കിയപ്പോൾ മൊത്തം നാറി നത്തം കൊട്ടിയ അവസ്ഥയാണ് ഉണ്ടായത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഇത്രയും ചീഞ്ഞ പരിപാടിയാണല്ലോ കാണിച്ചു കൂട്ടിയതെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിപ്പോയി. ഓഫ് കോഴ്സ് ആസ് എ വ്യൂവർ എനിക്കത് തോന്നി, തെറ്റൊന്നുമില്ല. എന്നാൽ പ്രവീൺ ഇട്ട വീഡിയോയിൽ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഞാനൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് കാണുക, എന്നിട്ട് അതിൻ്റെ വേറൊരു വെർഷൻ 2 മാസം മുന്നേ നടന്നൊരു ക്ലിപ്പുണ്ട്. നമുക്കത് കണ്ടു നോക്കാം. ഇതിനകത്ത് ഒരു പെണ്ണിന് വന്നിട്ടുണ്ടാവില്ല, ഉറപ്പാ. അതും അത്ര അടി നടന്നപ്പോ ഏട്ടൻ പറഞ്ഞു ഇപ്പൊ റൂമിൽ പൊക്കോളാൻ പറഞ്ഞപ്പോ ഏത് റൂം, ഇവിടെ ആർക്കും റൂമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാം. പിന്നെ ചോദിച്ചു 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ പോയി നിക്കണ്ടേ, എന്തിനാ വന്നേന്ന് ചോദിക്കുമല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചത്, പച്ച ചീത്ത. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും. നിങ്ങൾ കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇതിപ്പോ ചോദിക്കുക 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിക്കണ്ടേ, എന്തിനാ അവളെ ഇവിടെ വന്ന്. ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട, ഏട്ടാ കാര്യങ്ങൾ ഏട്ടനാ നോക്കുന്നത്. കൊച്ചു മുത്തുമണി, നീ നമ്മുടെ പെണ്ണിനെ അമ്മാതിരി തെറി വിളിച്ചു എന്നാണ് പറയുന്നത്. ഭയങ്കര മോശമാണ്ടേ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ. അത് ഭയങ്കര മോശം തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ നിന്റെ സഹോദരൻ്റെ ഭാര്യയാണ്. ആ ഒരു ചിന്തയെങ്കിലും നിനക്ക് വേണമായിരുന്നു. വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞാലും അവനൊരു സഹോദരനാണ്. അപ്പോൾ അടുത്ത നച്ചൻ തന്താനി നാനേ തനിന്നെ തനേ നാനേ, ആ ഒരു തട്ടായിരുന്നു അടുത്തിരുന്ന് തട്ടിയത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി 7 മാസം മുന്നേ ആ അഭിനയ കണ്ണീര് നമുക്കൊന്ന് കാണണ്ടേ, കണ്ടു നോക്കാം. അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും. ആദ്യം വീഡിയോ എടുത്തോണ്ട് എല്ലാരും കഴിച്ചേട്ടാ. ഇല്ല, അമ്മ കഴിച്ചല്ലേ. അപ്പൊ നമ്മളത് ഇപ്പോഴാണ് കഴിക്കുന്നത്. എനിക്ക് വിഷമുണ്ട് സത്യത്തിൽ. വിഷമുണ്ട് സത്യത്തിൽ. നീ ഇപ്പൊ ഇവരെ കുറച്ചു നേരം കൊണ്ട് അങ്ങോട്ട് വരണം. അങ്ങനെ ചടങ്ങുണ്ടോ? ഇരട്ടിക്കയിൽ നീ തെമ്മലറിയപ്പോ പോട്ടി വരും. അച്ഛൻ വരും കൂടുതല്. ഞാൻ ചന്ദനമൊക്കെ തുളച്ചോളാം ചേട്ടാ. നമ്മുടെ ഫംഗ്ഷൻ നൈസ് അല്ലായിരുന്നു. ഫംഗ്ഷൻ നൈസായിരുന്നു. ഇവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നതാ. എന്തോ രണ്ടുപേരും ഒന്നും കരച്ചില്ല. ദാണ്ട ഒരാള്. അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും. ആദ്യം വീഡിയോ എല്ലാരും കഴിച്ചേട്ടാ. ഇതാണ് അവർ പറഞ്ഞ ആ ഒരു 2 മാസം മുന്നേ ഉള്ള ഒരു അഭിനയ കണ്ണുനീർ എന്ന് തന്നെ പറയാം. കാരണം ആ പെണ്ണിൻ്റെ അടുത്ത് ഇത്രയും ക്രൂരമായി പെരുമാറി നിങ്ങൾ അന്ന് അഭിനയിച്ചെന്ന് എനിക്കും പറയാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും ചീഞ്ഞ പരിപാടിയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നടന്നതെന്ന് കണ്ടപ്പോൾ വെറും പുച്ഛം. ആ പെണ്ണിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ വെറും സഹതാപം. ഭയങ്കര അവസ്ഥയാണ്. എന്തുമാത്രം കുട്ടി അനുഭവിച്ചെന്ന് പറയുമ്പോൾ ഒരു കൈ കണക്കുമില്ല. സത്യം പറയാമല്ലോ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കൂടി ആ കൊച്ചു അനുഭവിച്ചതിന് കൈ കണക്കുമില്ല. മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറത്തില്ലായിരുന്നു. ഇനി ഞാനൊരു കമൻറ്റ് വായിക്കാം. ഹേ ഗായ്സ്, കീർത്തന രവീന്ദ്രൻ എന്ന കുട്ടിയുടെ 2 മാസം മുന്നേ ഉള്ള ഇൻ്റർവ്യൂ വീഡിയോ യൂട്യൂബിലുണ്ട്. അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് പോയാൽ മധുപാൽ കൃഷ്ണ, പ്രവീൺ പ്രണവിൻ്റെ കസിൻ എന്ന ഐഡിയയിൽ നിന്നും ഒരു കമൻറ്റ് കാണാം. മുഴുവനും വായിച്ച് നോക്കിട്ടോ. എല്ലാവരും തനിക്കുണം അറിയാം. മധുപാൽ കൃഷ്ണ അതിൻ്റെ റിപ്ലൈ ആയി ഒരുപാട് കമൻറ്റും കാണാം. കുറച്ച് സ്ക്രോൾ ചെയ്യുക കേട്ടോ. നോ ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ 21 മിനിറ്റ് മുമ്പ് നമ്മുടെ മൂപ്പൻ ബ്ലോഗിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പൻ്റെ ആ വീഡിയോയിൽ ആ കമൻറ്റ് വന്നതിന് ശേഷം ഈ പറയുന്ന മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന കമൻറ്റിനെ തപ്പിപ്പോയാൽ നിങ്ങൾക്കൊക്കെ എന്തറിയാം. ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസ് ആണ്. എൻ്റെ അമ്മയുടെ സ്വന്തം ഞങ്ങളെയാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു. നേമത് സഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇതൊരുമാതിരി മറ്റേ അടുത്ത കമൻറ്റ് പോലെയാണ് മധുപാൽ കൃഷ്ണയുടെ കമൻറ്റ്. അങ്ങ് കുറുക്കി കുത്തി കൊള്ളിക്കുന്ന ഒരു കമൻറ്റ് തന്നെയാണ്.
എന്തായാലും ഈ ഒരു കമൻറ്റ് വന്നതിന് ശേഷം മൂപ്പൻ ആ ചാനലിൽ പോവുകയും ആ കമൻറ്റ് തപ്പി അതിൻ്റെ റിപ്ലൈസും കാര്യങ്ങളും എല്ലാം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക. ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും. ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്ന് പ്രദീപിന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത്, ഒരു സഹോദരിയുണ്ട്. അതാണ് എൻ്റെ അമ്മ, അഥവാ പ്രവീൺ പ്രണവ് ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ഈ പറയുന്നു എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ അമ്മ. എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അതൊക്കെ ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും. അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി. ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ 2 ആങ്ങളമാരും ആ വീട് വിട്ടു. ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ. പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കുന്നു. ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. ചേട്ടനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ. ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേര് കാണുന്നതാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ല ഞാനിതിൽ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും വേണം. അവർ സ്റ്റാർ ആയാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്ത് അതാണ് പറഞ്ഞത്, നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ഇവരുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന 2 മാസത്തിന് മുമ്പ് തൊട്ട കമൻറ്റാണ്. ഇതിൽ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്, നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. സോ ചിലപ്പം മേ ബി ഇനി വരുന്ന അപ്കമിങ് ഡേയ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നേക്കാം. മേ ബി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു സൂചനയായിട്ട് എനിക്ക് തോന്നുന്നു. 2 മാസത്തിന് മുമ്പായിട്ട് കമൻറ്റാണ്. എന്നിട്ട് ഇറ്റ്സ് ഓൾസോ പ്രൂവ്ഡ് റിയൽ മുഖങ്ങളുടെ റിയൽ ഫേസ് അറിയാം ആ നാട്ടുകാർക്ക് എന്ന് പറയുന്നു. എടാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നു, എടോ ഈ പറയുന്നത് ഈ പ്രവീണിൻ്റെ അച്ഛൻ്റെ സ്വന്തം സഹോദരിയുടെ മോൾ തന്നെയാണ്, ഫേക്കല്ല എന്ന് ആ കുട്ടി പറയുന്നു. കബളിപ്പിച്ച് ജീവിക്കണം, ഇവരെക്കുറിച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, ഇവിടെയാണ് വീണ്ടും അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് ഈ പ്രണവിൻ്റെയൊക്കെ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛൻ, ഇവരുടെ അമ്മയുടെ അച്ഛൻ 7 മാസമായി മരിച്ചിട്ട് ഇന്നേ വരെ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മരിച്ചു എന്ന്? കാശ്മീർ ട്രിപ്പിൻ്റെ ഇടയ്ക്കായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. ഒരു മനുഷ്യൻ്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം നല്ല വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല. അതായത് അവരുടെ അപ്പൂപ്പൻ്റെ മരണത്തിനെക്കുറിച്ച് ആ ചാനലിൽ കൂടെ പറഞ്ഞിട്ടില്ല. ഇവർ എന്തോ പുറത്ത് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്തോ നടത്തുന്ന സമയത്താണ്, ഞാൻ അത് കണ്ടിട്ടില്ല, ആ സമയത്താണ് ആ അപ്പൂപ്പൻ മരിച്ചത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രവീൺ പ്രണവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചിട്ട് അപ്പം ഇവരോടൊന്നും പറഞ്ഞില്ല. ചിലപ്പം അത് കാരണം താല്പര്യമായിരിക്കാം. അയ്യോ അപ്പൂപ്പൻ മരിച്ചോ, ഇപ്പോൾ ഇവരുടെ അച്ഛൻ അനിയനെയും വ്ളോഗിൽ കാണിക്കാറില്ലല്ലോ. 7 മന്തായി അപ്പൂപ്പൻ പോയിട്ട്. എടാ ഒരു ഡൗട്ട്, അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ലേ? കണക്ഷൻ ഒന്നുമില്ല. വീട് ആക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ഇങ്ങനെ ഒരു പെങ്ങൾ ഉള്ളത് അവർ പറയാറില്ല, പിന്നെ അല്ലേ കല്യാണം. ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരും. എല്ലാവരെയും എന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് 1 മന്തിന് മുമ്പ് ആ കുട്ടി ലാസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടു. ചിലപ്പോൾ അത് 8ആയിട്ട് തിരിച്ചടിച്ചതാണോ? അറിയത്തില്ല, എനിക്കറിയത്തില്ല. കർമ്മയാണോ? പ്രവീൺ അനിയൻ കൊച്ചു എൻ്റെ മാമൻ എന്ന് പറയുന്ന പ്രതി ഇവരൊക്കെ ഉണ്ടായത് വീട് കയറി ആക്രമിക്കാൻ എന്നൊക്കെ പറയുന്നു. യെസ് ദിസ് ഗേൾ ഈസ് കറക്റ്റ്. മേ ബി ഈ കമൻറ്റ് കണ്ടിരിക്കാം. അവർ ഒരു വീഡിയോ ഇട്ടു, ദേ ആർ വെയറിൻ ഹാവിൻ ഓണം എന്ന തമ്മിലായിട്ട്. അതിൽ അപ്പൂപ്പൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ എന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ വ്യൂവേഴ്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിന് ഉത്തരമില്ല. ഞങ്ങൾക്ക് അറിയില്ല, പോലീസ് ചോദിച്ചു കൃത്യമായി മറുപടിയില്ല. എന്തിനാണ് ഇവർ ചെയ്യുന്ന ഒരു മറുപടി ഇല്ലെന്നാണ് പറയുന്നത്. ഒരു കുടുംബം അങ്ങനെ അങ്ങ് തുലച്ചു തന്നു എന്ന് പറയുന്നു. 7 മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ചോദിച്ചാൽ ഇനിയും കള്ളം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ആ കമൻറ്റ് നോക്കി അറിയാം. എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. യു സെഡ് ഇറ്റ്, ബ്ലൈൻഡ് ഫാൻസ് ഓൾസോ. ഓക്കെ എടാ ഇപ്പോൾ അവർ അടിയായി, പ്രവീൺ വീട് വിട്ടിറങ്ങി. എന്താ റീസൺ അറിയോ? മാരേജിന് ശേഷമാണോ ഇൻകം ഷെയർ ചെയ്തത്? അല്ല മുൻപേ അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. നിങ്ങൾ ഇലിമിനാറ്റി വല്ലതുമാണോ? 1 മാസം ആയേ ഉള്ളൂ നിങ്ങളിത് പറഞ്ഞിട്ട് വെളിച്ചത്ത് വരുന്ന കാര്യങ്ങൾ. എനിവേ ഈ ഇൻഫോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തത് കൊണ്ടും ശരിക്കും ഉള്ള ഫേസ് പുറത്തു വന്നു, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻറ്റ് ഇടുന്നു. കർമ്മൈസ് ബൂമർ ആകുന്ന ഏറ്റവും താഴത്തെ കമൻറ്റ്. എനിവേയ്സ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലമൊന്നും സത്യം ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അതെവിടെ കൂടിയാലും കുത്തിത്തുറന്ന് പുറത്ത് വരത്തേ ഉള്ളൂ. അതിങ്ങനെ ഒളിച്ചൊളിച്ച് വെച്ച് കഴിഞ്ഞാലും ഒരു ദിവസം എല്ലാം പൊട്ടി വെളിയിൽ വരും. അത് സത്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒളിച്ചു വെച്ചത് അല്ലെങ്കിൽ പതുക്കി വെച്ച ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ പൊട്ടി പുറത്ത് ചാടുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എന്തായാലും ഈ 2 മാസം മുന്നേ 1 മാസം മുന്നേയൊക്കെ നിങ്ങളുടെ കസിൻ എന്ന് പറഞ്ഞ വ്യക്തി കമൻ്റ് ഇട്ട ആ കമൻറ്റ് സത്യസന്ധമായ കമൻറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ സത്യവും നമുക്ക് മൂടി വയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊട്ടി ജ്വലിക്കും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.